ഹലോ ഫ്രണ്ട്സ്, MRPV ഡിസൈനിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ട്രെയിൻ യാത്രക്കാർക്ക് വളരെ ഉപകാരപ്പെടുന്ന അവരുടെ മൊബൈൽ ഫോണിൽ നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ട്രെയിൻ യാത്രക്കാർ നിർബന്ധമായും മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് വേർ ഈസ് മൈ ട്രെയിൻ എന്നുള്ള ആപ്ലിക്കേഷൻ. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ മുകൾ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ഫൈൻഡ് ട്രെയിൻസ് എന്നുള്ള ഓപ്ഷൻ. അവിടെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്റ്റേഷനുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് സ്റ്റേഷനുകൾ സെലക്ട് ചെയ്യാം. ഇവിടെ ഓൾറെഡി സ്റ്റേഷന് ഷൊർണൂർ സെലക്ട് ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ട്രെയിൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഷൊർണൂർ മുതൽ കോഴിക്കോട് പോകുന്ന ഓരോ ട്രെയിനുകളും അതിൻ്റെ സമയം, അതിൻ്റെ ഫീ എത്ര വരുന്നത്, ഏതൊക്കെ ദിവസങ്ങളിലാണ് അത് പോകുന്നത്, ഡെയിലി ആണോ, മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ട്രെയിനിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ട്രെയിനിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഒരു ട്രെയിൻ സെലക്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ട്രെയിൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഷൊർണൂർ ടു കോഴിക്കോട് ഈ ട്രെയിന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ സ്റ്റോപ്പുള്ള സ്ഥലങ്ങൾ മാത്രമാണ്, സ്റ്റോപ്പുള്ള സ്റ്റേഷനുകളാണ് ഇവിടെ കാണിക്കുള്ളൂ. അപ്പോൾ ഈ ട്രെയിന് ഷൊർണൂർ കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പുള്ളത് കോഴിക്കോടാണ്. അപ്പോൾ അതിൽ സ്റ്റോപ്പില്ലാത്ത സ്റ്റേഷനുകൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഇടയിൽ വരുന്ന ഓരോ ചെറിയ സ്റ്റേഷനുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ സ്റ്റോപ്പ് വരുന്ന സ്റ്റേഷനുകളിൽ ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിന് നിൽക്കുക എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഷൊർണൂർ 6 ആണ് കൊടുത്തിട്ടുള്ളത്, കോഴിക്കോട് 4 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആരോടും ചോദിക്കാതെ തന്നെ പ്ലാറ്റ്ഫോമുകളും ട്രെയിനിൻ്റെ സമയവും, ട്രെയിൻ ലേറ്റ് ആണോ അതോ കൃത്യസമയത്താണോ ഓടുന്നത് എന്നൊക്കെ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ നമുക്ക് മുകൾ ഭാഗത്ത് നോക്കിയാൽ ഇവിടെ കാണാൻ സാധിക്കും ഡേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കാലണ്ടർ ചൂസ് ഫ്രം കാലണ്ടർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട ദിവസത്തേക്ക് ഇത് നോക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ നേരെ പുറത്ത് ഒരു ക്ലോക്കിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും. അത് നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ഇപ്പോൾ കോഴിക്കോട് എത്തുമ്പോൾ എത്ര മുമ്പാണ് നമുക്ക് അറിയേണ്ടത് എന്ന് സെറ്റ് ചെയ്യാം. 10 മിനിറ്റ്, 30 മിനിറ്റ് എന്നിങ്ങനെ നമുക്ക് വേണ്ട സമയങ്ങൾ ഇനി അവിടെ എത്തുമ്പോൾ അറിഞ്ഞാൽ മതിയെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വേണ്ട സ്റ്റേഷൻ സെലക്ട് ചെയ്യുക. താഴെ ഭാഗത്ത് വേണ്ട സ്റ്റേഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട മിനിറ്റ്, ആ സ്റ്റേഷൻ എത്തുന്നതിൻ്റെ എത്ര മിനിറ്റ് മുമ്പാണോ അറിയേണ്ടതെങ്കിൽ അങ്ങനെ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ അടുത്ത ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഒരു സീറ്റിൻ്റെ ഓപ്ഷൻ കാണുന്നുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ട്രെയിനിൻ്റെ കോച്ചുകൾ കൃത്യമായി എങ്ങനെ കോച്ചിൻ്റെ ഘടന വരുന്നത് എന്ന് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ C1, C2, C3 എറണാട് പല കോച്ചുകളും പല ട്രെയിനിലും പല രീതിയിലാക്കാനും കോച്ചിൻ്റെ ഘടന ഉണ്ടാവും. നമുക്ക് ഇത് നോക്കിക്കൊണ്ട് നമ്മുടെ കോച്ചിൻ്റെ ഘടന മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം റിസർവ് ടിക്കറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് കോച്ച് അറിയൽ നിർബന്ധമായിരിക്കും. അപ്പോൾ കോച്ചിൻ്റെ ഘടന മനസ്സിലാവുമ്പോൾ നമുക്ക് ഏകദേശം ട്രെയിന് നമ്മുടെ കോച്ച് വരുന്ന സ്ഥലം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ താഴെ ഭാഗത്ത് നമ്മുടെ സീറ്റുകൾ, ഓരോ കോച്ച് ഇവിടെ മുകൾ ഭാഗത്ത് സെലക്ട് ചെയ്താൽ അതിലെ സീറ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഓരോ ട്രെയിൻ ഇങ്ങനെ ഓരോ കോച്ചുകൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സീറ്റ് മാറുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ സീറ്റ് എവിടെ വരുന്നത് എന്ന് മനസ്സിലാക്കാനും നമുക്കിതിലൂടെ സാധിക്കും. പിന്നെ നമുക്ക് അറിയേണ്ടത്, നമുക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ട്രെയിനിൻ്റെ വിവരങ്ങൾ ആർക്കെങ്കിലും വാട്സപ്പിലോ മറ്റോ ഷെയർ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഹോം പേജിലേക്ക് പോയി നോക്കാം. പിന്നെ ഹോം പേജിൽ താഴെ ഭാഗത്ത് വരുന്നത് ട്രെയിൻ നമ്പർ, ട്രെയിൻ നെയിം. ട്രെയിൻ നമ്പർ അടിച്ചുകൊണ്ട് നമ്മളെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷനാണ് അതിൻ്റെ താഴത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്റ്റേഷൻ സെർച്ച് ചെയ്തുകൊണ്ട് ആ സ്റ്റേഷനിലേക്ക് എത്തുന്ന ട്രെയിനുകളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ താഴെ ഭാഗത്ത് ടിക്കറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ
നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കൺഫേം ടിക്കറ്റിലാണ് ടിക്കറ്റ് ബുക്കാവുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ ടിക്കറ്റ് കാണാനുള്ള ഓപ്ഷൻ അതിൻ്റെ താഴെയുണ്ട്. യുവർ ടിക്കറ്റ്സ് ഓൺ കൺഫേം ടിക്കറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ടിക്കറ്റുകളെ കാണാൻ അവിടെ സാധിക്കും. അതുപോലെ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഈ റിസർവ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് PNR നമ്പർ എന്നുള്ളത്. PNR നമ്പർ സ്റ്റാറ്റസ് അറിയാൻ അതിനുള്ള ഓപ്ഷനാണ് ഈ താഴെ ഭാഗത്ത് ഇടത്ത് ഭാഗത്ത് കാണുന്ന PNR സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ PNR നമ്പർ ഇവിടെ കൊടുക്കുക. ഫൈൻഡ് PNR സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ PNR സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കും. PNR നമ്പർ നമുക്കറിയാം, നമ്മുടെ റിസർവ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ അതിന്മേൽ കാണാം PNR നമ്പർ. ആ നമ്പർ നമുക്കിവിടെ കൊടുക്കുമ്പോൾ നമ്മൾ അഥവാ വെയിറ്റിംഗ് ലിസ്റ്റിലും കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ് കൺഫേം ആയിട്ടുണ്ടോ ഇല്ലേ എന്നെല്ലാം നമുക്ക് ഈ PNR നമ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെയിറ്റിംഗ് ലിസ്റ്റിൻ്റെ സ്റ്റാറ്റസും മറ്റു കാര്യങ്ങളൊക്കെ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ യാത്ര ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്നു. അപ്പോൾ നമുക്കറിയാം സ്റ്റേഷനുകൾ കണ്ട് അറിയാൻ നമുക്ക് സാധിക്കും. അതുപോലെ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ്റെ അടുത്ത് ടൈമർ സെറ്റ് ചെയ്യാൻ ഈ ആപ്ലിക്കേഷനിൽ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ PNR സ്റ്റാറ്റസ് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത്യാവശ്യം ഒരു യാത്രക്കാരന് മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ട്രെയിൻ യാത്രക്കാരുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് വേർ ഈസ് മൈ ട്രെയിൻ എന്നുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.